വിഷയത്തിനും മിനിമം മാർക്ക് വേണമെന്ന ശുപാർശയ്ക്ക് മന്ത്രിസഭയുടെ അംഗീകാരം. ഈ വർഷം മുതൽ 8ാം ക്ലാസ്സിലും അടുത്ത വർഷം 9ലും തീരുമാനം നടപ്പാക്കും. 2026-27 SSLCക്ക് വിജയിക്കാൻ മിനിമം മാർക്ക് നിർബന്ധമാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആതിര സാരസ്വത് ചേരുന്നുണ്ട്. ആതിര, വിദ്യാർത്ഥികളെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം, അതായത് ഓരോ വിഷയത്തിനും മിനിമം മാർക്ക് വേണമെന്ന ശുപാർശയ്ക്കാണ് മന്ത്രിസഭയുടെ അംഗീകാരം. എന്തൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്? തീർച്ചയായും സുപ്രധാനമായ ഒരു മാറ്റം തന്നെയാണ്. അതായത് ഹൈസ്കൂൾ തലത്തിൽ ഇനി മുതൽ വാരിക്കോരി മാർക്കിടുന്നത് ഒഴിവാക്കുകയാണ് ഇതോടുകൂടി. അതായത് ഇത്തവണ മുതൽ 8ാം ക്ലാസ്സിൽ ഓൾ പാസ് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇതിലൂടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടുണ്ടാകുന്നത്. വിജയത്തിന് മിനിമം മാർക്ക് നിർബന്ധമാണ്. അതായത് 100 മാർക്കിലാണ് ഒരു പരീക്ഷയെങ്കിൽ നിലവിൽ ഇന്റേണൽ മാർക്ക് 20ഉം എഴുത്തു പരീക്ഷയ്ക്ക് 80ഉം ആണെങ്കിൽ ഒരു വിദ്യാർത്ഥി 10 മാർക്കാണ് ഈ 80ൽ മേടിക്കുന്നതെങ്കിൽ സാധാരണയായി 20 മാർക്കും ഈ ഇന്റേണൽ മാർക്ക് 20 ലഭിക്കുമ്പോൾ ഈ എഴുത്തു പരീക്ഷയുടെ 10 മാർക്കും കൂടി ജയിക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഇത്തരത്തിൽ ഒരു ജയിക്കാനുള്ള സാധ്യതയും അതായത് വിദ്യാർത്ഥികളുടെ നിലവാരം വർദ്ധിപ്പിക്കും. ഇത്തരത്തിലുള്ള മാർക്കിടുന്നതോ വാരിക്കോരി മാർക്കിടുന്നതോ ഒക്കെ നിൽക്കുന്ന ഒരു തീരുമാനമാണ് മന്ത്രിസഭ ഇതിലൂടെ കൊണ്ടുവരുന്നത്. അതായത് വിദ്യാർത്ഥികൾ ഇനി ഓരോ സബ്ജക്റ്റിനും 30% മാർക്ക് വാങ്ങണമെന്ന തീരുമാനമാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് വീണ. അടുത്ത വർഷം മുതൽ 9ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് കൊണ്ടുവരും. 2026-27 മിനിമം മാർക്ക് 10ാം ക്ലാസ്സിലും നിർബന്ധമാക്കും. എന്തായാലും വിദ്യാഭ്യാസ കോൺക്ലേവ് ശുപാർശയാണ് മന്ത്രിസഭായോഗം അംഗീകരിച്ചത്. വീണ, തീർച്ചയായും ഓരോ വിഷയത്തിനും മിനിമം മാർക്ക് വേണമെന്ന ശുപാർശയ്ക്കാണ് ഇപ്പോൾ മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ഈ വർഷം മുതൽ 8ാം ക്ലാസ്സിലും അടുത്ത വർഷം 9ലും തീരുമാനം നടപ്പാക്കും. വിശദാംശങ്ങളാണ് ഇപ്പോൾ ആതിര സാരസ്വത് നൽകിയത്.